ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ പാർട്ടിന്റെ വീഡിയോ ക്ലാസിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആദ്യത്തെ പാർട്ടിലെ വീഡിയോ ക്ലാസ് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ലിങ്കും അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും കാണാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നിലധികം ശാഖകൾ അടങ്ങിയ ആൽക്കേനുകളുടെ നാമകരണമാണ്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കേൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. അതായത് ഒന്നിൽ കൂടുതൽ ശാഖകൾ വരുമ്പോൾ അത്തരം ആൽക്കേനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? നോമൻക്ലേച്ചർ മീൻസ് പേരിടുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ അതിനായിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോ ഒരു എക്സാമ്പിൾ ഇവിടെ അതിനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഒന്നിലധികം ശാഖകൾ വരുമ്പോൾ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഒന്നിലധികം ബ്രാഞ്ചസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിനെ ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ അഥവാ ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ ബ്രാഞ്ചസ് അഥവാ ശാഖയുള്ള കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പൊസിഷൻ എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുന്നത്, അതായത് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്ന രീതിയിൽ ഇടത്തു നിന്നും വലത്തോട്ടോ അല്ലെങ്കിൽ വലത്തു നിന്നും ഇടത്തോട്ടോ നമുക്ക് നമ്പർ ചെയ്തുകൊണ്ട് അവയ്ക്ക് പേര് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ, ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ലോങ്സ്റ്റ് ചെയിൻ ഇതിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ലോങ്സ്റ്റ് ചെയിനില് നമ്മൾക്ക് ഇവിടെ നമ്മുടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ ഇത് 1, അതേപോലെ തന്നെ 2, 3, 4, 5, 6. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നമ്പർ കൊടുക്കുമ്പോൾ 6 ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങോട്ട് നമ്പർ കൊടുത്താലും 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇടത്ത് നിന്ന് നമ്മൾ വലത്തോട്ട് നമ്പർ കൊടുക്കുമ്പോൾ 6 കിട്ടുന്നു. ഇനി അടുത്ത് നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അതിൽ ബ്രാഞ്ചസിന്റെ കാർബൺ ആറ്റങ്ങൾക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യ എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പൊ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഇതും അതേപോലെ തന്നെ ഇതും അല്ലെ, രണ്ട് ബ്രാഞ്ചാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് നമ്പർ കൊടുത്താൽ ഇവിടെ കൊടുക്കുമ്പോൾ നോക്കൂ 1, 2 അല്ലെ. ഈ ബ്രാഞ്ച് ഏതാണ്? രണ്ടാമതാണ്. ഈ ബ്രാഞ്ച് ഇവിടെ രണ്ടാമതാണ്. അടുത്ത ബ്രാഞ്ച് നോക്കൂ 1, 2, 3, 4 അല്ലെ. അടുത്ത ബ്രാഞ്ച് ഏതാണ്? നാലാമതാണ് വരുന്നത്. അപ്പോ നമ്മള് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് നമ്മള് പിന്നെ ബ്രാഞ്ചിന് സ്ഥാനം കൊടുക്കുമ്പോൾ ഈ സംഖ്യ ബ്രാഞ്ചിന്റെ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആദ്യത്തെ ബ്രാഞ്ച് രണ്ടാമതാണ്, അടുത്ത ബ്രാഞ്ച് നാലാമതാണ്. ഇനി നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തു നോക്കാം. അതായത് വലത്തു നിന്ന് ഇടത്തോട്ട്, അതായത് ഇങ്ങോട്ട് നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1, അതേപോലെ തന്നെ 2, 3 അല്ലെ. ഈ ബ്രാഞ്ച് വരുന്നത് മൂന്നാമത്തെ പൊസിഷനിലാണ്. അടുത്ത ബ്രാഞ്ച് വരുന്നത് 4, 5 അഞ്ചാമത്തെ പൊസിഷനിലാണ് അടുത്ത ബ്രാഞ്ച് വരുന്നത്. നമ്മളിവിടെ റൂൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ കിട്ടുന്ന രീതിയിൽ വേണം എന്ത് കൊടുക്കാൻ? ബ്രാഞ്ചിന് നമ്മൾ ആ സംഖ്യ കൊടുക്കാനായിട്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് എവിടെയാണ്? 2 ആണ് അല്ലെ. അപ്പൊ 2, 4 ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇടത്തു നിന്ന് വലത്തോട്ട്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ നമുക്ക് എന്തെന്ന് കിട്ടിയത്? ഇവിടെ കുറഞ്ഞ സ്ഥാനസംഖ്യ കിട്ടിയത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്പൊ നമ്മളുടെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുന്നത്. അതായത് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച്. ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? അതായത് ആദ്യത്തെ ബ്രാഞ്ചിന്റെ സ്ഥാനസംഖ്യ എത്രയാണ്? എത്രയായിരുന്നു? 2 ആയിരുന്നു അല്ലെ. ആദ്യത്തെ ബ്രാഞ്ച് ഇത്. ആദ്യത്തെ ബ്രാഞ്ചിന്റെ സ്ഥാനസംഖ്യ എത്രയാണ്? 2 ആണ്. അപ്പൊ 2 ആണ് ഇവിടെ. അപ്പൊ ഇവിടെ ശരിയായ രീതിയിൽ കറക്റ്റ് ആയിട്ട് പൊസിഷൻ നമ്പർ ബ്രാഞ്ചസിന് എങ്ങനെ കൊടുക്കാം? ശരിയായ രീതിയിൽ എങ്ങനെ സ്ഥാനസംഖ്യ കൊടുക്കാം? 2, 4 എന്ന് കൊടുക്കാം. അതായത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഈ തന്നിരിക്കുന്നതില് ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ വരുന്ന ഹൈഡ്രോ കാർബൺ. ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിവിടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഇതാണ് ഒരു ബ്രാഞ്ച്, അടുത്ത ബ്രാഞ്ച് ഇതാണ്. അപ്പൊ നമ്മളിവിടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ അഥവാ സ്ഥാനസംഖ്യയാണ് കണ്ടെത്താൻ പോകുന്നത്. നമ്മള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എന്താ പറയാ
എടുക്കാന്നുണ്ടെങ്കിൽ, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് രണ്ടാമതാണ്. അതായത് ഒന്ന് കഴിഞ്ഞ രണ്ടാമതാണ് ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത്, രണ്ടാമതാണ് വരുന്നത്. അടുത്ത ബ്രാഞ്ച് എത്രയാണ് വരുന്നത്? നാലാമതാണ് വരുന്നത്. നാലാമതാണ് അടുത്ത ബ്രാഞ്ച് വരുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് രണ്ടാമതും അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് നാലാമതാണ്. ഇനി അതേപോലെ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് 1, 2, 3. മൂന്നാമതാണ് ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത്. അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് എത്രയാണ്? അഞ്ചാമതാണ്. അഞ്ചാമതാണ് അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത്. അങ്ങനെ നോക്കുമ്പോ ഇതിൽ ചെറിയത് ഏതാണ്? അതായത് സ്മോളസ്റ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഇവിടെ ചെറുത് ഏതാണ്? ഇവിടെ 2, 4 ആണ് അല്ലെ? 2, 4 അല്ലേ ചെറുതെന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മള് ശരിയായ പൊസിഷൻ ഏതാക്കി എടുക്കാം? 2, 4 എന്നെടുക്കാം. അപ്പൊ ഇവിടത്തെ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാക്കി എടുക്കാം? 2 ആക്കി എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ബ്രാഞ്ചസിന്റെ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? മീത്തൈൽ, ഈത്തൈൽ, പ്രൊപ്പൈൽ, അങ്ങനെയൊക്കെ കുറെ ബ്രാഞ്ചസിന്റെ നെയിം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ശാഖകളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ബ്രാഞ്ച് തന്നെ, ഒരേ ശാഖ തന്നെ വൺ മോർ ടൈം വരുന്നുണ്ടെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ടൈം മോർ ദാൻ വൺ കേട്ടോ, മോർ ദാൻ വൺ ഇൻ എ കാർബൺ ചെയിൻ, ഒരു കാർബൺ ചെയിനിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ബ്രാഞ്ച് തന്നെ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പറയണമെന്നറിയോ? അതായത് 2 എണ്ണാണ് വരുന്നുണ്ടെങ്കിൽ ഡൈ എന്ന് എഴുതണം. ഡൈ. 3 എണ്ണം വരികയാണെങ്കിൽ ട്രൈ. 2 എണ്ണാണ് വരുന്നുണ്ടെങ്കിൽ ഡൈ എന്നും, അതായത് 2 മീഥൈൽ ബ്രാഞ്ച് വന്നാൽ എന്തെന്ന് എഴുതണം? ഡൈ മീഥൈൽ എന്ന് എഴുതണം. 2 ഈഥൈൽ ബ്രാഞ്ച് വന്നാൽ എന്തെന്ന് എഴുതണം? ഡൈ ഈഥൈൽ എന്ന് എഴുതണം. 3 എണ്ണാണെന്നുണ്ടെങ്കിൽ ട്രൈ എന്നാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 4 എണ്ണാണെങ്കിൽ ടെട്രാ. ഇത് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അപ്പൊ 2 എണ്ണം വന്ന് 2 ബ്രാഞ്ച് ഒരുപോലെ വന്നാൽ ഡൈ എന്ന് എഴുതണം. 3 ബ്രാഞ്ചാണ് ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ ട്രൈ എന്നും, 4 ബ്രാഞ്ചാണ് ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ ടെട്ര എന്നുമാണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ IUPAC നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലെ മെയിൻ ചെയിൻ കണ്ടെത്തണം അല്ലെ? ലോങ്സ്റ്റ് ചെയിൻ അഥവാ നീളം കൂടിയ കാർബൺ ആറ്റത്തെ നമ്മൾ എന്ത് പറയണം? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് തന്നെയാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെ? അപ്പൊ ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ഈ ലോങ്സ്റ്റ് ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങൾ, എത്ര കാർബൺ ആറ്റങ്ങൾ ഈ ലോങ്സ്റ്റ് ചെയിനിലുണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലെ? ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ലോങ്സ്റ്റ് ചെയിനില് 7 കാർബൺ ആറ്റമാണ് ഉള്ളത്. ഇവിടെ പൊസിഷൻ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, ബ്രാഞ്ചുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഇതൊരു ബ്രാഞ്ചാണ്, ഇതും ഒരു ബ്രാഞ്ചാണ്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട് അല്ലെ? ഇനി ആ ബ്രാഞ്ചിന്റെ നെയിം അഥവാ ശാഖകളുടെ പേരെന്താണ്? മീത്തൈൽ അല്ലെ? CH3 വന്നാൽ മീത്തൈൽ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ CH3 ആയതുകൊണ്ട് തന്നെ മീത്തൈൽ ബ്രാഞ്ച് ആണ്. ഇതും മീത്തൈൽ ബ്രാഞ്ച് ആണ്, ഇതും മീത്തൈൽ ബ്രാഞ്ച് ആണ്. അതായത് ഒരു കാർബൺ, ഒരു CH3 വന്നാൽ അതെന്താണ്? മീത്തൈൽ ബ്രാഞ്ച് ആണ്. കൺഫ്യൂഷൻ ഉള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, ക്ലിയർ ആവും കേട്ടോ. ഇനി ഒരു CH3 ആണ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? മീത്തൈൽ ബ്രാഞ്ച് ആണ്, മീത്തൈൽ ബ്രാഞ്ച് ആണ്. ഇനി ഇവിടെ ആ പൊസിഷൻ, അതായത് ബ്രാഞ്ചസിന്റെ പൊസിഷൻ കണ്ടെത്തണം അല്ലെ? അതിന് എന്ത് ചെയ്യാ? ഫസ്റ്റ് നമ്മള് ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തു നോക്കാം. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത് ഏത് പൊസിഷനിലാണ്? 1, 2, 3 അല്ലെ? 3 ആണ് വരുന്നത്. സെക്കൻഡ് ബ്രാഞ്ച് വരുന്നതോ 6 ആണ് അല്ലെ? 6 ആണ് വരുന്നത്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് എടുത്തു നോക്കിയേ. റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോ വരുന്നത്, റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത് രണ്ടാമതാണ് അല്ലെ? ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത് രണ്ടാമതും അടുത്ത ബ്രാഞ്ച് വരുന്നത് എവിടെയാണ്? അഞ്ചാമതുമാണ് അല്ലെ? അടുത്ത ബ്രാഞ്ച് വരുന്നത് അഞ്ചാമതുമാണ്. അപ്പൊ നോക്കിയേ, ഇത് ചെറുതല്ലേ നമ്മൾ എടുക്കേണ്ടത്. അപ്പോ സ്മോളസ്റ്റ് അഥവാ ചെറുത് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഏതാണ്? 2, 5 ആണ് ഇവിടെ എടുക്കേണ്ടത് അല്ലെ? അപ്പോ
ശരിയായ പൊസിഷൻ ഏതെടുക്കാം? 2, 5 എന്ന് എടുക്കാം. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? IUPAC നെയിം എഴുതാം. അപ്പൊ IUPAC നെയിം എഴുതാനായിട്ട് എന്തെല്ലാമാണ് ആവശ്യം? ആദ്യം ലോങ്സ്റ്റ് ചെയിനിലെ കാർബണിന്റെ എണ്ണം വേണം. ലോങ്സ്റ്റ് ചെയിനിലെ കാർബണിന്റെ എണ്ണം വേണം. അതിനുശേഷം എന്ത് വേണം? ആ ബ്രാഞ്ചസിന്റെ പേര് വേണം. ബ്രാഞ്ചസിന്റെ പേര് വേണം. അതിനുശേഷം എന്താ വേണ്ടത്? അതിന്റെ പൊസിഷൻ വേണം. ബ്രാഞ്ച് ഏതെല്ലാം പൊസിഷനിലാണ് ഉള്ളത്, അതിന്റെ സ്ഥാനസംഖ്യ എത്രയാണ് എന്നുള്ളത് വേണം. അപ്പൊ അത് കഴിഞ്ഞാൽ ഇനി എഴുതി കൊടുക്കുമ്പോൾ റൂൾ എന്താണ്? ഫസ്റ്റ് എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? അതായത് അതിന്റെ പൊസിഷൻ ഏതാണെന്നുള്ളതാണ് അവിടെ കാണിക്കേണ്ടത് കേട്ടോ. ആ ബ്രാഞ്ചസിന്റെ പൊസിഷൻ ഏതാണ് എന്ന്, പൊസിഷൻ നമ്പർ അഥവാ സ്ഥാനസംഖ്യയാണ് അവിടെ കാണിക്കേണ്ടത്. ഏതാണ് സ്ഥാനസംഖ്യ? ഇവിടത്തെ 2, 5 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ 2,5 ഇനി ഇവിടെ നോക്കിയേ, രണ്ടും മീഥൈൽ ബ്രാഞ്ച് ആണ് അല്ലെ. അപ്പൊ ഇവിടെ 2 മീഥൈൽ വന്നാൽ എന്തെന്ന് എഴുതണമെന്നാ പറഞ്ഞത്? ഡൈമീഥൈൽ. 2 മീഥൈൽ വരുമ്പോ ഡൈമീഥൈൽ. അതിനുശേഷം എന്ത് ചെയ്യുക? ലോങ്സ്റ്റ് ചെയിനിന്റെ പേര് എഴുതി കൊടുക്കുക. ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7 എണ്ണം. 7 വരുമ്പോ ഹെപ്റ്റിന്റെ കൂടെ എന്ന സഫിക്സ് ചേർക്കുമ്പോ ഹെപ്റ്റെയിൻ. അപ്പൊ ഇത് ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിന്റെ IUPAC നെയിം എന്താണ്? 2,5 ഹൈഫൺ ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഹൈഫൺ ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ 2 പൊസിഷൻ നമ്പറുകൾക്കിടയിൽ കോമ ഇട്ട് വേർതിരിക്കാനും മറക്കരുത് കേട്ടോ. ഇത് രണ്ടും മറന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ IUPAC നെയിം എന്താണ്? 2,5 ഹൈഫൺ ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. അടുത്ത ഇവിടെ ഒരു ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. അതിന്റെ IUPAC നെയിം എഴുതണം. അപ്പൊ IUPAC നെയിം എഴുതാനായിട്ട് ഫസ്റ്റ് എന്ത് വേണം? ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തണം അല്ലെ. ഇപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്. അപ്പൊ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ആണല്ലേ അല്ലെ. അതായത് 1, 2, 3, 4, 5. ഇവിടെ ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റം വരുമ്പോൾ ലോങ്സ്റ്റ് ചെയിന്റെ പേരെന്താണ്? പെന്റെയിൻ അല്ലെ. അറിയാത്തവര് കഴിഞ്ഞ വീഡിയോ ക്ലാസ് കാണുക, നിങ്ങൾക്ക് അത് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ 5 കാർബൺ ആറ്റം വരുമ്പോൾ ലോങ്സ്റ്റ് ചെയിന്റെ പേരെന്താണ്? പെന്റെയിൻ. ഇനി ബ്രാഞ്ചസിലോട്ട് പോവാം നമുക്ക്. അപ്പൊ ഇവിടെ ഇതൊരു ബ്രാഞ്ച് ആണ്. അടുത്ത എന്താണ്? ഇതും ഒരു ബ്രാഞ്ച് ആണ്. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ കണ്ടെത്തണം അല്ലെ. ഇവിടെ നോക്കിയേ, ഇങ്ങോട്ട് എടുക്കുമ്പോ, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ എടുക്കുമ്പോ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണ്? 2 ആണ്. ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2ഉം അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ 4ഉമാണ്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലോ? ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ 4 ആണ്. ഇവിടെ നോക്കി, ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും പൊസിഷൻ നമ്പറിൽ എന്തില്ല? ഒരു ഡിഫറൻസും ഇല്ല. പൊസിഷൻ നമ്പർ സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പൊസിഷൻ നമ്പർ എഴുതി കൊടുക്കാം. പിന്നെ IUPAC നെയിം എഴുതുമ്പോ 2,4 പൊസിഷൻ നമ്പർ എഴുതി കൊടുത്തു. അതിനുശേഷം എന്ത് വേണം? ഒരു ഹൈഫൺ ഇടണം അല്ലെ. ഇത് എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. രണ്ടും സെയിം ബ്രാഞ്ച് അല്ലേ? രണ്ടും മീഥൈൽ ബ്രാഞ്ച് അല്ലേ? അങ്ങനെ വരുമ്പോ എന്താണ് നമ്മൾ എഴുതുന്നത്? ഡൈ അല്ലെ. എന്താ എഴുതുന്നത്? ഡൈ എന്ന് എഴുതണം. അപ്പോ എഴുതി കൊടുക്കാം, ഡൈ. ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങാം കേട്ടോ, ഡൈ. ഇനി അതിന്റെ കൂടെ എന്ത് വേണം? ബ്രാഞ്ചിന്റെ പേര് എഴുതണം. ഏത് ബ്രാഞ്ചാണ്? മീഥൈൽ. ഡൈമീഥൈൽ. അതിനുശേഷം എന്ത് എഴുതണം? ലോങ്സ്റ്റ് ചെയിന്റെ പേര് എഴുതണം. ലോങ്സ്റ്റ് ചെയിന്റെ പേരെന്താണ്? പെന്റെയിൻ. 5 കാർബൺ ആണുള്ളത്, അതുകൊണ്ട് എന്ത് എഴുതാം? പെന്റെയിൻ. അപ്പോ ഈ തന്നിരിക്കുന്ന ഹൈഡ്രോകാർബണിന്റെ പേരെന്താണ്? 2,4 ഹൈഫൺ ഡൈമീഥൈൽ പെന്റെയിൻ. 2,4 ഹൈഫൺ ഡൈമീഥൈൽ പെന്റെയിൻ. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിന്റെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 5 കാർബൺ ആറ്റമാണുള്ളത്. 5 കാർബൺ ആറ്റം വരുന്ന ലോങ്സ്റ്റ് ചെയിന്റെ പേര് പെന്റെയിൻ എന്നാണ്. അതിനുശേഷം ബ്രാഞ്ചസിന്റെ പൊസിഷൻ കണ്ടെത്തണം. ബ്രാഞ്ചസിന്റെ പൊസിഷൻ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും ഇവിടെ 2,4 ആണ്. ആദ്യത്തെ ബ്രാഞ്ച് 2ഉം രണ്ടാമത്തെ ബ്രാഞ്ച് 4ഉം ആണ്.
അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ 2,4 ഒരു ഹൈഫൻ ഇട്ട് കൊടുത്തു. ഇവിടെ ബ്രാഞ്ച് രണ്ടും മീതേൽ ബ്രാഞ്ച് ആണ്. അതായത് ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്താൽ രണ്ടെണ്ണാണെന്നുണ്ടെങ്കിൽ അതിനെ ഡൈ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡൈ ബ്രാഞ്ചിന്റെ പേര് മീതൈൽ, അപ്പൊ ഡൈ മീതൈൽ. അതിനുശേഷം എന്താണ് ലോങ്സ്റ്റ് ചെയിന്റെ പേര് എഴുതി കൊടുത്തു, പെന്റെയിൻ, ഡൈ മീതൈൽ പെന്റെയിൻ. ഇനി ഇവിടെ അടുത്തൊരു ഹൈഡ്രോ കാർബൺ എങ്ങനെ പേര് കൊടുക്കാം നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതായത് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, അതായത് ഇവിടെ മെയിൻ ചെയിനിലെ കാർബൺ ഏതാണ്, ഇത് തന്നെയാണ് അല്ലെ മെയിൻ ചെയിനിലെ കാർബൺ എന്ന് പറയുന്നത്. അപ്പോ 1 2 3 4 5 6 ഇവിടുത്തെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 6 ആണ്. അടുത്തത് ഇതിലെ ബ്രാഞ്ചസ്, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്, ഒരു ബ്രാഞ്ച്, രണ്ടാമത്തെ ബ്രാഞ്ച്, മൂന്നാമത്തെ ബ്രാഞ്ച് അല്ലെ. എത്ര ബ്രാഞ്ച് ഉണ്ട്, 3 ബ്രാഞ്ച് ഉണ്ട് അല്ലെ, 3 ബ്രാഞ്ച് ഉണ്ട്. ഇനി ആ ബ്രാഞ്ചസിന്റെ നെയിം എന്താണ്, മൂന്നും ഏതാണ്, CH3 ബ്രാഞ്ച് ആണ്, മീത്തൈൽ ആണ്, മൂന്നും മീത്തൈൽ ബ്രാഞ്ച് ആണ്. ഇനി അടുത്തതായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 1 2 അല്ലെ, ഇതല്ലേ ആദ്യത്തെ ബ്രാഞ്ച്, ഇതിന്റെ പൊസിഷൻ എത്രയാണ്, 2 ആണ്. അപ്പൊ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ ഏതാണ്, 2 തന്നെയാണ്. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. ഇനി അപ്പൊ ഇവിടെ ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും ഈക്വൽ ആണ്. അടുത്തത് നോക്കൂ, ഇവിടെ രണ്ടാമത്തെ ബ്രാഞ്ച്, അതായത് രണ്ടാമത്തെ ബ്രാഞ്ച് ഏതാണ്, ഇതാണ് അല്ലെ. ഈ രണ്ടാമത്തെ ബ്രാഞ്ചിന് നമ്മൾ ഏറ്റവും കുറഞ്ഞ പൊസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് രണ്ടാമത്തെ ബ്രാഞ്ചിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ രണ്ടാമത്തെ ബ്രാഞ്ചിന് നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ 1 2 3 4 ആണ് വരുന്നത് അല്ലെ. അതായത് ഇടതു നിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 4 ആണ് വരുന്നത്. ഇനി വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷന്റെ ബ്രാഞ്ച് ഏതാണ്, 3 ആണ് വരുന്നത് അല്ലെ. 1 2 3 മൂന്നാമതല്ലേ ഈ രണ്ടാമത്തെ ബ്രാഞ്ച് വരുന്നത്. അങ്ങനെ വരുമ്പോ ഇവിടെ എങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ നമ്പർ പൊസിഷൻ കിട്ടുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ, അതായത് വലതു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ്, എന്ത് കിട്ടുന്നത്, ഏറ്റവും കുറഞ്ഞ പൊസിഷൻ കിട്ടുന്നത്. നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് കേട്ടോ, റൈറ്റ് ടു ലെഫ്റ്റ്, വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ചെറിയ പൊസിഷൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ചസിന്റെ ശരിയായ പൊസിഷൻ എങ്ങനെ എഴുതി കൊടുക്കാം, ഇങ്ങോട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 2, അടുത്ത ബ്രാഞ്ച് 3, അടുത്ത ബ്രാഞ്ച് 5 അല്ലെ. അതായത് രണ്ടാമത്തെ ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, മറ്റു ബ്രാഞ്ചുകൾക്കും കൂടി പൊസിഷൻ കൊടുത്തത്. രണ്ടാമത്തെ ബ്രാഞ്ചിന് ചെറിയ സംഖ്യ കിട്ടുന്നത് വലത്തു നിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ്. അങ്ങനെ വരുമ്പോ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് ഇവിടെ, 2 3 അതേപോലെ തന്നെ 5 അല്ലെ, 2 3 5. 2, 3, 5 ആണ് ഇവിടുത്തെ ബ്രാഞ്ചസിന്റെ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാം, ആദ്യം ബ്രാഞ്ചുകൾ എഴുതി കൊടുത്തു, 2, 3, 5 ഒരു ഹൈഫൻ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നോക്കൂ, മൊത്തം എത്ര ബ്രാഞ്ച് ഉണ്ട്, 3 ബ്രാഞ്ച് ഉണ്ട് അല്ലെ. 3 ബ്രാഞ്ച് ഉണ്ട് എന്ന് മാത്രമല്ല, ആ 3 ബ്രാഞ്ചും ഏത് ബ്രാഞ്ചാണ്, മീഥൈൽ ബ്രാഞ്ച് തന്നെയാണ്. ഒരേ ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതിന്റെ നമ്പറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡൈ ടെട്രാ അതേപോലെ തന്നെ ട്രൈ ടെട്ര അങ്ങനെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 3 എണ്ണം വരുമ്പോ 3 മീഥൈൽ ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തെന്ന് പേര് കൊടുക്കാം, ട്രൈ. 3 എണ്ണം വരുന്നത് ട്രൈ മീഥൈൽ. അടുത്ത ലോങ്സ്റ്റ് ചെയിന്റെ പേര് 6 കാർബൺ ആറ്റം ആണുള്ളത്. 6 കാർബൺ ആറ്റം വരുമ്പോ ഹെക്സെയിൻ. അപ്പൊ ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതാം, 2, 3, 5 ഹൈഫൺ ട്രൈമീഥൈൽ ഹെക്സെയിൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്രാഞ്ചസിന്റെ പൊസിഷനുകൾക്കിടയിൽ, അതായത് ബ്രാഞ്ചസിന്റെ പൊസിഷൻ നമ്പറുകൾക്കിടയിൽ കോമ ഇടണം.
അവയെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹൈഫൺ വേണം. അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടെ അടുത്തൊരു ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. ഈ ഹൈഡ്രോ കാർബണിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഇതിനെ ഒരു ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ നോക്കിയേ, ഒരേ ബ്രാഞ്ച് തന്നെ ഒന്നിൽ തവണ വരുന്നുണ്ട് അല്ലെ, ഒരേ പൊസിഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്നുണ്ട്. അത്തരം ഹൈഡ്രോ കാർബണുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം, ഇവിടെ എത്രയാണ്? മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം 3 ആണ് അല്ലെ. മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഇവിടെ 3 ആണ്. ഇനി ഇവിടെ ബ്രാഞ്ച്, എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇതൊരു ബ്രാഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ഇതും ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ? 2 ബ്രാഞ്ച് ഉണ്ട്. ഇനി ബ്രാഞ്ചിന്റെ പേരെന്താണ്? എല്ലാം CH3 ബ്രാഞ്ച് അല്ലേ. അപ്പൊ ഇത് ഏതാണ്? മീത്തൈൽ ആണ്. ഇതിന്റെ പൊസിഷൻ 2 ആണ് അല്ലെ. പൊസിഷൻ ഇവിടെ 2 ആണ്. 2 ബ്രാഞ്ചിനും 2 ആണ് പൊസിഷൻ. അപ്പൊ ഇവിടെ 2 ബ്രാഞ്ചിന്റെയും പൊസിഷൻ 2 ആണ്. അപ്പൊ IUPAC നെയിം എങ്ങനെ എഴുതാം? 2,2 ഹൈഫൺ ഡൈമീഥൈൽ. 3 കാർബൺ വരുമ്പോ പ്രൊപ്പെയിൻ. അപ്പൊ 2,2 ഹൈഫൺ ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. 2,2 ഹൈഫൺ ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് സ്ട്രക്ചറൽ ഫോർമുല കണ്ടെത്താം എന്നാണ്. അതിന്റെ ഘടനാവാക്യം എങ്ങനെ കണ്ടെത്താം, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന്റെ പേരാണ് ഏതാണ്? 2,3 ഡൈമീഥൈൽ പെന്റേൻ. ഇവിടെ തന്നിരിക്കുന്നത് 2,3 ഹൈഫൺ ഡൈമീഥൈൽ പെന്റേൻ. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ എഴുതാം, എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതിലെ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, എങ്ങനെ കണ്ടെത്താം? ഇവിടെ തന്നിരിക്കുന്ന പേര് നോക്കാം. ലാസ്റ്റ് തന്നിരിക്കുന്ന ബ്രാഞ്ച് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന പേരാണ് പെന്റേൻ അല്ലെ. പെന്റേൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 5 എണ്ണായിരിക്കും അല്ലെ. പെന്റേൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തത്, അപ്പൊ 5 കാർബണിന്റെ മെയിൻ ചെയിൻ എങ്ങനെ വരച്ചു കൊടുക്കാം? ഇതുപോലെ 5 കാർബണിന്റെ മെയിൻ ചെയിൻ നമ്മൾ വരച്ചു. അടുത്തത് ബ്രാഞ്ചസ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് ബ്രാഞ്ചാണ്? മീത്തൈൽ ബ്രാഞ്ചാണ്. ഏത് ബ്രാഞ്ചാണ്? മീത്തൈൽ ബ്രാഞ്ചാണ്. ഇവിടെ തന്നിട്ടുണ്ട് മീത്തൈൽ ബ്രാഞ്ചാണ്. അതായത് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താൻ ബ്രാഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന പേര് നോക്കാം. പെന്റേൻ ആയതുകൊണ്ട് 5 കാർബൺ ആണ്. ഇനി ഹെക്സൈൻ ആണെങ്കിലോ 6 കാർബൺ ആയിരിക്കും. ബ്യൂട്ടൈൻ ആണെങ്കിലോ 4 കാർബൺ ആയിരിക്കും. അറിയാത്തവര് കഴിഞ്ഞ ക്ലാസ് കാണുക, അതില് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ ബ്രാഞ്ച് മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇനി അതിന്റെ പൊസിഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പൊസിഷൻ ഏതൊക്കെയാണ്? 2, 3 അല്ലെ. പൊസിഷൻ ഏതൊക്കെയാണ്? 2ഉം 3യുമാണ് പൊസിഷൻ. അപ്പൊ മെയിൻ ചെയിനിലെ ശാഖകൾ ചേർത്ത് എങ്ങനെ നമുക്ക് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, 5 കാർബൺ നമ്മൾ ഇവിടെ എടുത്തു. അതില് അതിന്റെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബ്രാഞ്ചിന്റെ പൊസിഷൻ 2ഉം 3യുമാണ്. നിങ്ങൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ നമ്പർ ചെയ്യാട്ടോ, അത് കുഴപ്പമില്ല. അല്ലാതെ ഇതുപോലെ തന്നെ ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെ നമ്പർ ചെയ്യണമെന്നില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താലും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിലിവിടെ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഇടതുനിന്ന് വലത്തോട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പൊസിഷൻ രണ്ടാമതാണ് അല്ലെ. രണ്ടാമത് വരുന്നതിന് നമ്മൾ ബ്രാഞ്ച് കൊടുത്തു. അടുത്തത് മൂന്നാമത് വരുന്നതിനും എന്ത് കൊടുത്തു? ബ്രാഞ്ച് കൊടുത്തു. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കാർബൺ ഇടയിലെല്ലാം എന്ത് കൊടുക്കണം? ഹൈഡ്രജൻ കൊടുക്കണം അല്ലെ. ഈ കാർബൺ ഇടയിലെല്ലാം ഹൈഡ്രജൻ കൊടുക്കണം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതായത് ഇവിടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവിടെ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക? 2,4 അല്ലെ. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും എൽ ഷെല്ലിൽ 4 ഇലക്ട്രോണും ആണ് കാർബണിനുള്ളത്. അതായത് അപ്പൊ ഇവിടെ കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഇത് വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാർബണിന്റെ വാലൻസി 4 ആണ്. ഇത് നിങ്ങൾ
മൈൻഡിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കാർബണിന്റെ വാലൻസിയുടെ 4 ആണ് എന്ന് വെച്ചാൽ ഒരു കാർബണിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര വാലൻസി വരും? 4 വാലൻസി വരും. അതായത് നമ്മളിവിടെ ഓരോ കാർബണിനും 4 വാലൻസി കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം കേട്ടോ. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ ആദ്യത്തെ കാർബൺ നോക്കിയേ. ആദ്യത്തെ കാർബണിന് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോ ഈ കാർബൺ ഇവിടത്തെ ഒരു കാർബണുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അല്ലെ. അങ്ങനെ വരുമ്പോ ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച് അല്ലെ. അതായത് നമ്മളിവിടെ ചെയ്തതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണുമായിട്ട് ഇത് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇനി കാർബൺ എത്ര വാലൻസി ഇവിടെ വേണം? 3 എണ്ണം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? H3 കൊടുത്തു. CH3. ഇനി ഈ കാർബൺ എടുത്താൽ ഈ കാർബൺ നോക്കൂ, ഇവിടെയും ഒരു വാലൻസി വന്നു, ഇവിടെയും ഒരു വാലൻസി വന്നു അല്ലെ. ഇനി എത്ര എണ്ണം വേണം? ഇവിടെ ഒരു കാർബണുമായിട്ട് ഇവിടെയും ഇതൊരു വാലൻസിയിലുണ്ട്. അപ്പോ H ഒരു ഹൈഡ്രജൻ കൂടെ ഇതിന് കൊടുത്താൽ മതി. ഇനി ഇവിടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഇതൊരു വാലൻസി, ഇതൊരു വാലൻസി, ഇതൊരു വാലൻസി. അപ്പോ അങ്ങനെ വരുമ്പോ ഈ കാർബണിനും എന്താണ്? ഒരു എച്ച് കൊടുത്താൽ മതി. അടുത്തത് ഈ കാർബൺ എടുക്കാന്നുണ്ടെങ്കിൽ കാർബണിന് എന്താണ്? ഇവിടെയും ഒരു വാലൻസി ഉണ്ട്, ഇവിടെയും ഒരു വാലൻസി ഉണ്ട്. പിന്നെ 2 എണ്ണം വേണം അല്ലേ. അപ്പൊ എന്ത് കൊടുക്കാം? H2 എന്ന് കൊടുക്കാം. ഇനി ഈ കാർബൺ ഇവിടെ മാത്രമേ ഒരു വാലൻസി ഉള്ളൂ. ഇനി എത്ര വേണം? 3 എണ്ണം വേണം. അതാണ് ഇവിടെ CH3 കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തുടക്കത്തിൽ CH3 ആയിരിക്കും, അവസാനത്തിലും എന്തായിരിക്കും? CH3 ആയിരിക്കും. ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ പറയുന്നത്. അതായത് ഇവിടെ തുടക്കത്തിൽ ഒരു ഹൈഡ്രോ കാർബണിന് നിങ്ങൾ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കുമ്പോൾ തുടക്കത്തിലും CH3, അവസാനത്തിലും എന്താണ്? CH3 ആണ്. അതിനിടയിലെല്ലാം എന്തായിരിക്കും? CH2. അതിനിടയിലെല്ലാം CH2 ആയിരിക്കും. ഇനി ബ്രാഞ്ച് വരുന്നവിടെ എന്ത് മാത്രമേ വരൂ? CH മാത്രമേ വരൂ. ഈ 3 കാര്യം ഓർത്തിരിക്കുക. അതായത് ഇവിടെ തുടക്കത്തിലും CH3, അവസാനത്തിലും CH3 ആണ്. അതിനിടയിൽ വരുന്നതൊക്കെ എന്തായിരിക്കും? CH2 ആയിരിക്കും. ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? CH ആയിരിക്കും. ഇത് മാറില്ല കേട്ടോ, CH ആയിരിക്കും. അടുത്ത ഇവിടെ ഒരു ഹൈഡ്രോ കാർബണിന്റെ പേര് തന്നിട്ടുണ്ട്, IUPAC നെയിം തന്നിട്ടുണ്ട്. എന്ത് വേണം? സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കണം. സ്ട്രക്ചറൽ ഫോർമുല അഥവാ അതിന്റെ എന്താണ് ഘടന വരയ്ക്കണം അല്ലെ. അപ്പൊ അതെങ്ങനെ എഴുതാൻ നോക്കാം. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. അപ്പൊ പറയൂ, ഇവിടത്തെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കും? ഹെപ്റ്റേൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്? 7 എണ്ണം അല്ലെ. ഹെപ്റ്റേൻ എന്ന് പറയുമ്പോൾ 7 എണ്ണം. അപ്പോ 7 കാർബൺ വേണം. 7 കാർബൺ വരച്ചു കൊടുക്കാം. ആദ്യം C, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4, 5, 6, 7. അപ്പോ 7 കാർബൺ നമ്മൾ എന്ത് ചെയ്തു? എടുത്തു. 1, 2, 3, 4, 5, 6, 7. ഹെപ്റ്റേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹെപ്റ്റേൻ എന്നാണ്. ഹെപ്റ്റേൻ എന്ന് പറഞ്ഞപ്പോ 7 കാർബൺ എടുത്തു. ഇനി എന്ത് വേണം? ഇവിടെ ബ്രാഞ്ച് കൊടുക്കണം അല്ലെ. ബ്രാഞ്ച് ഡൈമീഥൈൽ, 2 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട് അല്ലെ. അതിന്റെ പൊസിഷൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 2, അതേപോലെ തന്നെ 4. അപ്പോ 1, 2, രണ്ടാമത്തെ കാർബണിൽ എന്ത് കൊടുക്കാം? ഒരു ബ്രാഞ്ച് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതിങ്ങനെ താഴോട്ട് വേണമെങ്കിലും ബ്രാഞ്ച് വരയ്ക്കാം, അതുപോലെ മുകളിലോട്ട് വേണമെങ്കിലും ബ്രാഞ്ച് വരയ്ക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഈ രണ്ടാമതാണ് നിങ്ങൾ ബ്രാഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അത്രയും കൺഫ്യൂഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇനിയിപ്പോ ഇത് മുകളിലേക്ക് വരച്ചാൽ തെറ്റാണോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യത്തെ ബ്രാഞ്ച് വരച്ചു. ഏതാണ്? CH3 ആദ്യത്തെ ബ്രാഞ്ച് വരച്ചു. രണ്ടാമത് അല്ലെ. അടുത്ത പൊസിഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? 4 എന്ന് പറയുമ്പോ 1, 2, 3, 4. നാലാമതും എന്ത് ചെയ്തു? അടുത്ത ബ്രാഞ്ച് വരച്ചു കൊടുത്തു അല്ലെ. ഇനി എന്ത് വേണം? ഇതിനിടയിലെല്ലാം ഹൈഡ്രജൻ കൊടുക്കണം അല്ലെ. ഇവിടെ എത്ര ഹൈഡ്രജൻ കൊടുക്കണം? നേരത്തെ നമ്മൾ പറഞ്ഞതാണ് CH3 അല്ലെ. ഇവിടെ എത്ര ഹൈഡ്രജൻ കൊടുക്കണം? ഇത് ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ എത്ര ഇത് കൊടുത്താൽ മതി? H അല്ലെ. ഒരു H കൊടുത്താൽ മതി. ഇവിടെ ബ്രാഞ്ച് ഇല്ലാത്തതാണ്, 2 ഹൈഡ്രജൻ കൊടുക്ക. ഇത് ബ്രാഞ്ച് ഉള്ള കാർബൺ ആണ്, എത്ര? 1 ഹൈഡ്രജൻ കൊടുക്ക. ബ്രാഞ്ച് ഇല്ലാത്ത കാർബൺ ആണ്, 2 ഹൈഡ്രജൻ. ബ്രാഞ്ച് ഇല്ലാത്ത കാർബൺ ആണ്, 2 ഹൈഡ്രജൻ. ഇത് ലാസ്റ്റ് കാർബൺ ആണ്, 3 ഹൈഡ്രജൻ. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ
സ്ട്രക്ചറൽ ഫോർമുല. അടുത്ത ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചിലതിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്, IUPAC നെയിം എഴുതണം. ചിലതിൽ IUPAC നെയിം തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. ആദ്യത്തേത് നോക്കാം. അപ്പൊ ആദ്യത്തേത് ഇതാണ്, നോക്കാം. പിന്നെ IUPAC നെയിം എഴുതണം അല്ലെ. IUPAC നെയിം എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണ് കണ്ടെത്തണം അല്ലെ. ലോങ്സ്റ്റ് ചെയിൻ ഇതാക്കി എടുത്താൽ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. എത്ര കാർബൺ ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലെ. 6 കാർബൺ വരുമ്പോ എന്താ പേര്? ഹെക്സെയിൻ. 6 കാർബൺ വരുമ്പോ ഹെക്സെയിൻ. ബ്രാഞ്ച് നോക്കാം. ഇതൊരു മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇവിടെയും എന്തുണ്ട്? ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ട് അല്ലെ. ഇനി അടുത്ത എന്ത് വേണം? ബ്രാഞ്ചിന്റെ പൊസിഷൻ വേണം അല്ലെ. ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് ഒന്ന് എണ്ണി നോക്കിയേ. ഇവിടെ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുമ്പോ അത് 4 ആണ്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണി നോക്കിയേ. ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ 3 ആണ്. അടുത്ത ബ്രാഞ്ചിന്റെ പൊസിഷൻ 5 ആണ്. ചെറുത് ഇതല്ലേ. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം 2,4 ഹൈഫൺ. ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ചും സെയിം ബ്രാഞ്ച് ആണ്. അപ്പൊ എന്തെന്ന് എഴുതാം? ഡൈ അല്ലെ. ഡൈ എന്താണ്? മീഥൈൽ. ഡൈമീഥൈൽ. ലോങ്സ്റ്റ് ചെയിന്റെ പേര് ഹെക്സെയിൻ. ഡൈമീഥൈൽ ഹെക്സെയിൻ. അടുത്തത് ഇവിടെ ഒരു IUPAC നെയിം തന്നിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാം. ആദ്യം എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് ചെയിൻ വേണം അല്ലെ. ലോങ്സ്റ്റ് ചെയിൻ ഇവിടെ ഏതാണ്? പെന്റെയിൻ. ലാസ്റ്റ് കിടക്കുന്ന പേര് ഏതാണ് നോക്കിയാൽ മതി കേട്ടോ. അതാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? പെന്റെയിൻ ആണ്. പെന്റെയിൻ എന്ന് പറയുമ്പോ എത്ര കാർബൺ വരും? 5 കാർബൺ വരും അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 5 കാർബൺ അങ്ങ് വരച്ചു കൊടുക്കാം. ഒരു കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ. ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും ഈ 2 കാർബണുകൾക്ക് ഇടയിൽ ഇവിടെ ഒരു ഹൈഡ്രജന്റെ ഇത് എഴുതാനായിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ, അഞ്ചാമത്തെ കാർബൺ. പെന്റെയിൻ എന്ന് പറഞ്ഞപ്പോൾ 5 കാർബൺ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി അടുത്തത് അതിന്റെ എന്ത് വേണം? മീഥൈൽ ബ്രാഞ്ച് ആണ് അല്ലെ. എല്ലാം മീഥൈൽ ബ്രാഞ്ച് ആണ്. എത്ര മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്? 3 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട് അല്ലെ. ട്രൈമീഥൈൽ 3 മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. അതിന്റെ പൊസിഷൻ 2,3. അപ്പൊ ഇവിടെ ആദ്യത്തേത് 2. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബ്രാഞ്ച് വരച്ചു കൊടുത്തു, CH3. ഇവിടെ നോക്കിയേ, അടുത്തതും എന്താണ്? 2 എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? മുകളിലേക്ക് ആക്കിയിട്ട് ഒരു ബ്രാഞ്ചും കൂടെ വരച്ചു കൊടുക്കാം. ക്ലിയർ ആയല്ലോ അല്ലെ. അത് 2,2 എന്ന് പറയുമ്പോ 2 ബ്രാഞ്ചും 2-ലാണ്. അതിന്റെ പൊസിഷൻ 2 ആണ്. അപ്പൊ നമ്മള് താഴോട്ട് ഒരെണ്ണം കൊടുത്തു, മുകളിലോട്ട് ഒരെണ്ണം കൊടുത്തു. ഒരിക്കലും ഇതിന്റെ താഴെ ഒരെണ്ണം കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചിന്റെ പേര് മാറും. അത് ഈഥൈൽ ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ മീഥൈൽ എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിന് ഒരു CH3 മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു CH3 ഇവിടെ വരച്ചു കൊടുത്തു. മുകളിലേക്ക് എന്ത് ചെയ്തു? ഒരു CH3 വരച്ചു കൊടുത്തു. ഇനി അടുത്തത് മൂന്നാമതാണ് ഒരു ബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അടുത്തേലും നമ്മൾ എന്ത് ചെയ്തു? ഒരു CH3 വരച്ചു കൊടുത്തു. നമുക്ക് മുകളിലേക്ക് ആക്കിയിട്ട് വേണേലും വരയ്ക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ 2,2 ഒരു ബ്രാഞ്ച് എടുത്തു. അടുത്ത മൂന്നാമതിലും ഒരു ബ്രാഞ്ച് എടുത്തു. എല്ലാം മീഥൈൽ ബ്രാഞ്ച് ആണ്. അപ്പൊ 3 ബ്രാഞ്ചും വരച്ചു കൊടുത്തു. ഇനി എല്ലാം എന്ത് ചെയ്യണം? നമ്മള് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇവിടെ എത്ര ഹൈഡ്രജൻ പറഞ്ഞോളൂ? H3. ഇവിടെ ബ്രാഞ്ച് ഉള്ളതാണ്. എത്ര ഹൈഡ്രജൻ ആണ്? ഒരു H അല്ലെ. ഒരു ഹൈഡ്രജൻ മതി. അടുത്തേലും എത്രയാണ്? ഒരു ഹൈഡ്രജൻ മതി അല്ലെ. അടുത്തേല് എത്ര വരും? CH2. അടുത്തേലോ? CH3. ഇനി അടുത്തത് നോക്കാം. ഇവിടെ 3,3 ഡൈഈഥൈൽ ഹെക്സെയിൻ. ഇവിടെ ബ്രാഞ്ചിന്റെ പേരൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഈഥൈൽ ആയിട്ടുണ്ട്. മീഥൈൽ മാറിയിട്ട് ഈഥൈൽ ആയിട്ടുണ്ട്. ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഹെക്സെയിൻ ആണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം എന്താണ്? ലോങ്സ്റ്റ് ചെയിൻ എഴുതണം അല്ലെ. ഹെക്സെയിൻ ആണ്. ഹെക്സെയിൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ്? 6 കാർബൺ ആണ് അല്ലെ. ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ ആണ് വേണ്ടത്. അപ്പൊ 6 കാർബൺ ആദ്യം എഴുതി കൊടുക്കാം. 1 2 3
4 5 6 6 കാർബൺ ഇവിടെ എഴുതി കൊടുത്തു. ഇനി ഇവിടെ ബ്രാഞ്ച് വേണല്ലേ. എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ചാണ്. ഡൈ 2 ബ്രാഞ്ചാണുള്ളത്. പക്ഷെ ഇവിടെ ഏത് ബ്രാഞ്ചാണ്? ഈതൈൽ ബ്രാഞ്ച് ആണ്. നമ്മൾ നേരത്തെ വരച്ചതെല്ലാം എന്തായിരുന്നു? മീതൈൽ ബ്രാഞ്ച് ആണ്. അതായത് ഇവിടെ CH3 മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ, ഇപ്പോ ഇവിടെ ഈ CHന്റെ താഴെ CH3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? മീതൈൽ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈതൈൽ ബ്രാഞ്ച് എങ്ങനെയാണ് വരയ്ക്കുക? ഈതൈൽ ബ്രാഞ്ച് വരയ്ക്കുന്നത് ആദ്യം ഒരു CH2, അതിന് താഴെ എന്താണ്? ഒരു CH3. ഇതാണ് ഈതൈൽ ബ്രാഞ്ച് കേട്ടോ. മീതൈൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒരു CH3 വരുന്ന ബ്രാഞ്ച് ആണ് മീതൈൽ ബ്രാഞ്ച്. ഈതൈൽ ബ്രാഞ്ച് വരയ്ക്കുക എങ്ങനെയാണ്? ഈതൈൽ ബ്രാഞ്ച് എങ്ങനെയാണ് എഴുതി കൊടുക്കുക? CH2 ഹൈഫൺ അതിന്റെ താഴെ എന്താണ്? ഒരു CH3. ഇതാണ് ഏത്? ഈതൈൽ ബ്രാഞ്ച് കേട്ടോ. ഇതാണ് ഈതൈൽ ബ്രാഞ്ച്. 2 കാർബൺ വരുന്നതാണ് ഈതൈൽ ബ്രാഞ്ച്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പേടിയുള്ള, അതായത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് പേടിയുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈതൈൽ ബ്രാഞ്ച് എഴുതുമ്പോൾ എന്താണ്? CH2 അതിന് താഴെ എന്താണ്? ഒരു CH3. ഇതാണ് ഈതൈൽ ബ്രാഞ്ച്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൈ ഈതൈൽ, 2 ഈതൈൽ ബ്രാഞ്ച് ഉണ്ട്. പൊസിഷൻ ഏതാ നോക്കൂ? 3,3. രണ്ടും ഏതാണ്? മൂന്നാമത്തേലാണ് എന്ത് നമ്മൾ ബ്രാഞ്ച് വരച്ചു കൊടുക്കും. അപ്പൊ മൂന്നാമത്തെ കാർബൺ ഇതല്ലേ? അപ്പൊ ഇതിന് താഴേക്ക് നമുക്ക് ഈതൈൽ ബ്രാഞ്ച് വരച്ചു കൊടുക്കാം. CH2 CH3. മുകളിലേക്കും അതേപോലെ CH2 അതിനെന്താണ്? CH3. CH2 CH3. ഇങ്ങനെയാണ് ഈതൈൽ ബ്രാഞ്ച് നമ്മൾ വരയ്ക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? എങ്കിൽ ഹൈഡ്രജൻ ആഡ് ചെയ്തോളൂ. ഇവിടെ എത്ര ഹൈഡ്രജൻ ആണ് പറഞ്ഞോളൂ? 3 ഹൈഡ്രജൻ അല്ലെ? ഇവിടെ 2 ഹൈഡ്രജൻ. ഇത് ബ്രാഞ്ച് വരുന്ന കാർബൺ ആണ്. അപ്പൊ എന്താണ്? 1 ഹൈഡ്രജൻ. അടുത്തത് 2 ഹൈഡ്രജൻ. ഇവിടെയും എന്താണ്? 2 ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ. അടുത്ത ഇവിടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇതിന്റെ IUPAC നെയിം എഴുതണം അല്ലെ? IUPAC നെയിം എഴുതാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ലോങ്സ്റ്റ് ചെയിൻ വേണം അല്ലെ? ഇപ്പൊ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്താനായിട്ട്, അതായത് നമ്മള് എല്ലാ വശത്തേക്കും എണ്ണി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം വരുന്നതായിരിക്കണം എന്താക്കി എടുക്കേണ്ടത്? ലോങ്സ്റ്റ് ചെയിൻ ആക്കി എടുക്കേണ്ടത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ? അപ്പോ ഇതുവരെയുള്ള ഹൈഡ്രോ കാർബണിലെല്ലാം ഫസ്റ്റ് ലോങ്സ്റ്റ് ചെയിൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെയാണ് കിടന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്പർ കൊടുക്കുമ്പോൾ ഇത് 1 2 3 4 അല്ലെ? ഇങ്ങോട്ട് എടുത്ത ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട് അല്ലെ? ഇനി നമ്മൾക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ ഇത് നോക്കൂ, 1 2 3 4 5 അല്ലെ? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 5 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ലോങ്സ്റ്റ് ചെയിൻ ഏതാക്കി എടുക്കാം? ഇത് ലോങ്സ്റ്റ് ചെയിൻ ആക്കി എടുക്കാം. അപ്പൊ ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ ആക്കി എടുത്തത് ഏതായിരുന്നു? ഇതാണ് ഇവിടത്തെ ലോങ്സ്റ്റ് ചെയിൻ ആക്കി എടുത്തത് അല്ലെ? അപ്പൊ ഇവിടെ 5 കാർബൺ വരുമ്പോ ലോങ്സ്റ്റ് ചെയിന്റെ പേര് എന്ത് വരും? പെന്റേൻ. 5 കാർബൺ വരുമ്പോ പെന്റേൻ. ഇനി ഇവിടുത്തെ ബ്രാഞ്ച് ഏതൊക്കെയാണ്? അങ്ങനെ വരുമ്പോ ഇതൊരു ബ്രാഞ്ചാണ്, അടുത്തത് ഇതും ഒരു ബ്രാഞ്ചാണ് അല്ലെ? ഇത് രണ്ടും ഏത് ബ്രാഞ്ചാണ്? മീതൈൽ ബ്രാഞ്ച് ആണ് അല്ലെ? 2 എണ്ണം വരെ നമുക്ക് ഡൈമീതൈൽ എന്ന് പറയാം. ഇനി എന്ത് വേണം? ഇതിന്റെ പൊസിഷൻ വേണം അല്ലെ? പൊസിഷൻ എങ്ങനെ കണ്ടെത്താം? നമുക്കിവിടെ 1 2 3 അല്ലെ? ഇങ്ങോട്ട് എണ്ണാണെങ്കിലും 1 2 3. അപ്പൊ 2 ബ്രാഞ്ചും എവിടെയാണ്? മൂന്നാമതാണ് വരുന്നത് അല്ലെ? അപ്പൊ അതിന്റെ പേര് എങ്ങനെ എഴുതി കൊടുക്കാം? 3,3 ഹൈഫൺ ഡൈ മീതൈൽ. ലോങ്സ്റ്റ് ചെയിന്റെ പേര് പെന്റേൻ. ലോങ്സ്റ്റ് ചെയിന്റെ പേര് പെന്റേൻ. 3,3 ഹൈഫൺ ഡൈ മീതൈൽ പെന്റേൻ. പാർട്ട് 3 വീഡിയോ ക്ലാസിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിന്റെയും നെക്സ്റ്റ് വരുന്ന തേർഡ് പാർട്ടിന്റെയും വീഡിയോ ക്ലാസ് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കി സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളുടെ ലിങ്കും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.